കൊതുവെന്ന് പറഞ്ഞ എന്തോ കൊതുവ. ശരി. ഞാനിന്നൊരു 10-400 മരം വെട്ടിട്ട് വരുക. രാവിലെ ഒരു 5-5:30 ആയപ്പോൾ ഇറങ്ങിയ. സുഹാ ചേച്ചി വെട്ട് കഴിഞ്ഞ്. ദിവാരണ്ണൻ്റെ അടുത്ത് പറ, ഞാൻ അങ്ങോട്ട് വരുന്നുണ്ട് വൈകിട്ട്. എടാ പോയി. എടാ പോയ. ശരിയെന്നാ. പിള്ളേരൊക്കെ കുഴപ്പമില്ല. അവിടെ വീട്ടിൽ ഒന്നും വെക്കുന്നില്ല. പെണ്ണുമ്പിള്ള പിന്നെ സർക്കാരിൻ്റെ ഇപ്പം ഫ്രീ ആയിട്ടുള്ള സർവീസ് KSRTC തുടങ്ങുമെന്നും പറഞ്ഞ് ഉടുത്തൊരുങ്ങി കൊടൈക്കനാൽ ഊട്ടിയൊക്കെ കറങ്ങാനായിട്ടിരിക്കുക. മൂന്നാർ പോകണമെന്നും പറഞ്ഞ് കൂട്ടുകാരികളൊക്കെ ആയിട്ട്. നമ്മൾ പട്ടിണിയാണ്. ഇപ്പം എന്തെങ്കിലുമൊക്കെ വെച്ച് കഴിക്കണം. ചെന്നിട്ട് 400 മരം വെട്ടിയിട്ട് നമ്മളെന്ന് ഇനി വല്ലതും ഉണ്ടാക്കണം. ബസ്സെല്ലാം കൂടെ ഫ്രീ ആയിക്കഴിഞ്ഞാൽ ഇപ്പം പണി വാളും. വന്നല്ലേ? വെട്ട് കഴിഞ്ഞോ? ഡയലോഗൊക്കെ ഇട്ടിട്ട് ഇപ്പോഴാണോ വരുന്നത്? അത് ഞാൻ എപ്പോഴാണ് വന്നോട്ട്. നിങ്ങളെ ബർത്ത്ഡേ ആണ്, ചെലവ് നടത്താന്നൊക്കെ പറഞ്ഞു. എന്നിട്ട് കാര്യം ചോദിക്കാനോ? നീ ബാലുവിന്റെ കടയിൽ ചെന്നിരുന്നിട്ട് കൂലി കൂട്ടുന്നില്ല എന്നൊക്കെ പറയുന്നത് അത് ശരിയാണോ? നീ പലരോടും പറഞ്ഞ് ഞാൻ അറിഞ്ഞായിരുന്നു. നിനക്ക് എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ നീ എന്നോട് പറയണം. എനിക്ക് അതുപോലെ പുള്ളിക്കാരനോട് ചെന്ന് പറയാമല്ലോ. അത് ശരി. ഇപ്പൊ ബാലുവിന്റെ അടുത്ത് പറഞ്ഞതാ കുഴപ്പമായത്. ഏണ്ണ ഈ ഒരു മരം വെട്ടുന്നതിന് എത്ര കാലം കൊണ്ട് 2 രൂപ തരുന്നത്? നിങ്ങളുടെ അടുത്ത് എത്ര പ്രാവശ്യം ഞാൻ പറഞ്ഞു, നിങ്ങളുടെ മോലാളിയുടെ അടുത്ത് പോയി പറ, എന്തെങ്കിലും കൂട്ടിത്തരണം. സാധനങ്ങളുടെയൊക്കെ വിലക്കയറ്റങ്ങൾ നിങ്ങൾ കണ്ട? ഞാൻ പറഞ്ഞേ, നിങ്ങൾ ഓരോ കാര്യം പറഞ്ഞു വന്നിട്ട് നമ്മളെയും സൂചിപ്പിക്കും, അവിടെ ചെന്ന് മോലാളിയും താങ്ങിക്കും. എവിടെങ്കിലൊക്കെ നമുക്ക് കൂടെ വേണ്ടിയിട്ട് സംസാരിക്കണം. നീ അങ്ങനെ പറയുന്നത് അത് വളരെ മോശമായി പോയി. എടേ, ഒന്നാമത് പറഞ്ഞ വിലയില്ലെന്നാണ് പുള്ളിക്കാരൻ പറയുന്നത്. പിന്നെ കൂലി കൂട്ടി തരണമെന്ന് വളരെ ആഗ്രഹമുണ്ട്. അത് നീ ആദ്യം മനസ്സിലാക്കണം. വിശദമായി സംസാരിച്ചേ പറ്റൂ. ശരി. നീ ഇവിടെ നിൽക്കേ, ഞാൻ ഓഫീസിൽ നിന്ന് കയറിയിട്ട് പുകളയരുത്. ഇവിടെ തന്നെ നിൽക്കണേ. എന്തോ മൊബൈൽ കളിച്ചോണ്ടിരിക്കണ. കൂലി കൂട്ടുന്ന കാര്യം പറഞ്ഞപ്പോഴേ, കൂലി കൂട്ടുന്ന കാര്യം പറഞ്ഞാൽ വലിയ പാട്. ചേട്ടാ സുനി, പുള്ളി പറയുക പറയുന്നേ കുഴപ്പം. ചേട്ടാ മോലാളിയുടെ ശിങ്കിടി എന്നും പറഞ്ഞ് നടക്കുക പുള്ളി. മോലാളിയുടെ ഇന്ന് 2 രൂപ 50 പൈസ വെച്ച് മേടിക്കും ഒരു മരത്തിന്. എന്നിട്ട് എനിക്ക് തരുന്ന 2 രൂപ. കൂലി കൂട്ടാന്നും പറഞ്ഞ് എപ്പോഴും നടക്കും. ഡേയ്, നിങ്ങളിവിടെ പറയണം കേട്ടാ. ഞാൻ മാത്രം കിടന്ന് സംസാരിച്ചിട്ട് അങ്ങനെ എല്ലാവരും ഉണ്ണാൻ നിൽക്കണ്ട. എല്ലാവരും കൂടെ ഒത്തു പറഞ്ഞാൽ എല്ലാവർക്കും കൊള്ളാം. എന്താ ഞാൻ പറഞ്ഞ ശരിയല്ലേ? മാമനെ എനിക്ക് ബലമായ സംശയമുണ്ട് പുള്ളിയുടെ കൈയാണോ എന്ന്. ഹരി, നീ പറകുന്നത്തെ മരം വെട്ടിയില്ല കഴിഞ്ഞ ദിവസം? അണ്ണാ, പറകുന്നത്തെ മരത്തെ പറ്റി എൻ്റെ അടുത്ത് പറയാം. ഞാൻ രാവിലെ ചെന്ന് നോക്കിയല്ലോ ഇവിടെ. നിങ്ങളുടെ അടുത്ത് പറഞ്ഞ അവിടെ പറകുന്നത്തെ മരത്തിന് പ്ലാസ്റ്റിക് ഇടണം. പ്ലാസ്റ്റിക് ഇട്ടില്ല എന്നെ കൊണ്ട് വെട്ടാൻ പറ്റത്തില്ല. അത് ഇട്ട് തരും. മാമ മഴയത്തെ ഞാൻ അവിടെ കിടന്ന് വെട്ടാനെന്ന്. ഈ പ്ലാസ്റ്റിക് ഇടാതെ എങ്ങനെ നമ്മൾ പണിയുന്നത്? നീ വെട്ടിയില്ല വെട്ടേണ്ട ഒരു കാര്യം, ഞങ്ങൾ വേറെ ആളെ വിളിച്ചോളാം. നിങ്ങൾ ആരെ കൊണ്ട് ചെയ്യിക്കുക? എന്താ അതല്ല ചേട്ടാ, വേറെ ആളിനെ കൊണ്ട് വെട്ടിക്കുമെന്ന്. അത് വെട്ടിക്കോടാ, വെട്ടിക്കും. അതിന്റെ കൊട്ട അങ്ങ് മേളി കേൾക്കുന്നത്. എന്നാ ശരി, നിന്റെ മനസ്സിൽ പിടിക്കേ. വെട്ടിക്കെന്ന് വെച്ചാൽ വെട്ടിക്കും. ഞാൻ കട്ടറാക്കനോട് പറഞ്ഞോളാം, അത് നടക്കത്തുള്ളൂ. അത് നിന്റെ വേലയും വെളിച്ചപ്പാടെന്ന് നിങ്ങൾ. കഴിഞ്ഞ വർഷം വെട്ട് കിടന്നു ഇല്ല? ആകെപ്പാട് വെട്ട് കിടന്നു 1 മാസമോ? അതെ. ഈ 1 മാസത്തെ വെട്ടുകൊണ്ട് എങ്ങനെയാണോ കുടുംബം കഴിഞ്ഞു പോകുന്നത്? വളരെ ബുദ്ധിമുട്ടാണ്. അത് നിങ്ങൾക്കറിയാം. ഈ അറിയാവുന്ന കാര്യം മറച്ചു വെക്കേണ്ട കാര്യമുണ്ടോ? ഇല്ല. അപ്പൊ ഇതുപോലെ നിങ്ങളെ മുതലാളി എടുത്ത് അവതരിപ്പിക്കാൻ നിങ്ങൾക്ക് അറിയാവോ? ഞാൻ പറയാൻ മോനെ, എന്റെ മക്കളാണ് പറയാം. പറഞ്ഞേ പറ്റൂ. പറയും, അല്ലാതെ ഒരു നിവൃത്തിയില്ല. പറഞ്ഞല്ലേ? തീർച്ചയായിട്ടും പറയും. അണ്ണൻ ചെന്ന് സുനിടാ പറയാവുന്നത് മരം വെട്ട. നിങ്ങൾ പോവാ അവിടെ ഞാൻ സാധനം എടുത്തോണ്ട് വരും. നോക്കിക്കോ, പറഞ്ഞ് വീട്ടിൽ വിട്.